യേശുക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്ക്, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്നവനാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ശുശ്രൂഷയിൽ താൻ തനിക്ക് തന്നെ വഴിയൊരുക്കിയിട്ടില്ല. വീണ്ടും എനിക്ക് ഈ വഴിയിലൂടെ കടന്നു വരണം, എനിക്ക് വീണ്ടും ജനങ്ങളുടെ അംഗീകാരം കിട്ടണം, എനിക്ക് വീണ്ടും അവസരങ്ങൾ ഉണ്ടാകണം എന്ന് ചിന്തിച്ച് താൻ തനിക്ക് തന്നെ വഴിയൊരുക്കാൻ മെനക്കെട്ടില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണം, പടചേർത്തവനെ പ്രസാദിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷയിൽ വഴിയൊരുക്കുന്നതിനിടയിൽ തൻ്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നത് കൊണ്ട്, അത് ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവശബ്ദമായിരുന്നത് കൊണ്ട്, ആ ശബ്ദം എല്ലാവർക്കും അത്ര സ്വീകാര്യമായിരുന്നില്ല. ഹെരോദാവ് ആ ശബ്ദം കേട്ട് വല്ലാതെ അസ്വസ്ഥനായിരുന്നത് കൊണ്ട് ആ വഴിയിൽ അവനെ ഒതുക്കുകയും അവൻ്റെ തലയെടുക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. യോഹന്നാൻ സ്നാപകൻ്റെ തലയെടുത്തു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ കർത്താവിന് വേണ്ടിയാണ് വഴിയൊരുക്കിയത്. ലോകം അവന് വേണ്ട സ്വീകരണം നൽകിയില്ല. ഒത്തിരി നാളുകൾ വാർദ്ധക്യം വരെ ഒന്നും ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യോഹന്നാൻ ശുശ്രൂഷിച്ച കാലം സത്യത്തോടെ, പരമാർത്ഥതയോടെ, നീതിയോടെയൊക്കെ ആയിരുന്നത് കൊണ്ട് തൻ്റെ ശുശ്രൂഷ ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമായിരുന്നു. എന്നാൽ യോഹന്നാൻ ഒരുക്കിയ വഴി അവസാനിച്ചില്ല. ആ വഴി ക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെട്ടിരുന്നത് കൊണ്ട് അതേ വഴിയിലൂടെയാണ് യേശു കർത്താവ് വന്നത്. യോഹന്നാൻ പ്രസംഗിച്ച അതേ പ്രസംഗമാണ് യേശുവും പ്രസംഗിച്ചത്. മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ലോകം നിങ്ങളെ പകയ്ക്കും, ലോകം നിങ്ങളെ ഉപദ്രവിക്കും. യേശുവിനെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ ശുശ്രൂഷ അവസാനിക്കത്തില്ല. അല്പകാലത്തേക്ക് ശുശ്രൂഷിച്ചുള്ളൂ എന്നോർത്ത് ഭാരപ്പെടണ്ട. ദൈവത്തിന് പ്രസാദകരമായെങ്കിൽ ആ ശുശ്രൂഷ തലമുറകൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ആ ശുശ്രൂഷയിൽ ചലനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്, രൂപാന്തരങ്ങൾ നടക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുക, ദൈവമാണ് നിന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചതെങ്കിൽ ദൈവം തന്നെ അത് പൂർത്തീകരിക്കും. അത് ദൈവത്തിന് പ്രസാദകരമാണ്. ശക്തിയോടെ വേല ചെയ്യുക, വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.